മുഅ്മിനായ മനുഷ്യന്റെ കൈ മുറിക്കേണ്ടി വന്നാൽ ആ മുറിക്കുന്നത് കൊണ്ട് അള്ള വെച്ച ഖൈറെന്താണെന്ന് നമുക്കറിയാമോ? ഒരു പക്ഷേ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചിട്ട് അതിന്റെ പേരിൽ എത്രയോ കാലം നരകത്തിൽ കിടക്കുന്നതിൽ നിന്ന് അല്ലാഹു അവന്റെ കൈ ഇവിടെ മുറിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തുകയാകാം. അവന്റെ കാല് മുറിച്ചിട്ട് ഒരുപക്ഷേ അവനൊരു ഹറാമിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുകയാകാം. അവന് രോഗം കൊടുത്തിട്ട് ഒരുപക്ഷേ അവൻ ഗീബത്ത് പറയുന്നത് അല്ലാഹു നിർത്തിക്കുകയാകാം. അള്ള എന്തിനാ രോഗം കൊടുക്കുന്നതെന്ന് നമുക്കറിയാമോ? പിന്നെ വരുന്ന കാര്യം അറിയാമോ? ആഖിറത്തിന്റെ വിഷയം അറിയാമോ? അതുകൊണ്ട് തന്നെ അള്ള എന്ത് തന്നാലും കാരുണ്യമാണെന്ന് ചിന്തിച്ചു ഉറപ്പിച്ച് വിശ്വസിച്ചോ മനുഷ്യ. അതിനെന്ത് വേണം? ഉറപ്പ് വേണം. അല്ലാഹു റഹ്മാനും റഹീമുമാണെന്ന ഉറപ്പ് വേണം. കാണുന്നില്ലേ നിങ്ങൾ, ഒരു സ്ത്രീ വന്നിട്ട് കരഞ്ഞു പറയുന്നു, ഉസ്താദേ ഭർത്താവും കൂടെയുണ്ട്, ഞങ്ങൾക്ക് മക്കളില്ല, മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. റബ്ബേ ഇന്ന് നേരം വെളുത്തതിനു ശേഷവും മക്കളില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ദിക്ർ എഴുതി വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. നീ അവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോ നിർദ്ദേശം കൊടുക്കുന്നു ഡോക്ടറും, അല്ലെങ്കിൽ ഉസ്താദ് നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ അറിവുള്ള ഒരാൾ നിർദ്ദേശം കൊടുക്കുന്നു, സഹോദരി നിനക്ക് ഗർഭായാൽ അല്ലാതെ വിഷമം സഹിക്കേണ്ടി വരും. ഗർഭം തന്നെ അത്ര എളുപ്പമുള്ള സംഗതിയൊന്നല്ല. നടക്കാനും പോവാനും ഇരിക്കാനും പോവാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഗർഭായാൽ. ഒരു ഗർഭം വേണ്ട. അല്ല ഉസ്താദേ ഞാൻ ഗർഭിണിയാത്തോണ്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ പിന്നെ പറഞ്ഞു കൊടുത്തു, എനിക്ക് ഗർഭം വേണ്ട, പ്രസവിക്കാൻ ഭയങ്കര വേദനയുള്ള പരിപാടിയാണ്, ഭയങ്കര വേദനയാണ്, പ്രസവ വേദനയാണ്, ചെറിയ വേദനയൊന്നല്ല, ചിലപ്പോൾ മരിച്ചെന്ന് പോകുന്ന വേദനയാണ്, അതുകൊണ്ട് പ്രസവം വേണ്ട. അപ്പോഴിപ്പണ്ട് ഉസ്താദേ അങ്ങനെ പറയല്ല, എനിക്കൊന്ന് പ്രസവിച്ചേ പറ്റൂ, വേദന ഉണ്ടായേ പറ്റൂ എന്ന് മാത്രമേ. പ്രസവ വേദന വന്നപ്പോ ബാപ്പയും ഉമ്മയും ഭർത്താവും എല്ലാരും വിളിച്ചു പറയുന്നു, നല്ല വേദന ഉണ്ടാവും എനിക്ക് വേർക്കണം ഉസ്താദേ. പ്രസവ വേദന കിട്ടിയപ്പോ വിളിച്ചു പറയുന്നു, നല്ല വേദന ഉണ്ടാവും എനിക്ക് വേർക്കണോ. എന്താണോ നീ വേദന ചോദിച്ചു വാങ്ങുന്നത്? അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ വേദന ഞാൻ സഹിച്ചാൽ എനിക്ക് സന്തോഷത്തിലും മകനെ കിട്ടുമല്ലോ, മകളെ കിട്ടുമല്ലോ, എനിക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനൊരു 10 മാസത്തോളം എത്ര വേദനിച്ചാൽ എന്താണ്, പ്രസവ വേദന എത്ര സഹിച്ചാൽ എന്താണ്. വാസ്തവത്തിൽ ഇപ്പെണ്ണ് കണ്ടതല്ലേ ജ്യേഷ്ഠത്തിയുടെ പ്രസവം, അന്ന് കൂക്കി വിളിക്കുന്നത് കേട്ടതല്ലേ, വേദന കണ്ടതല്ലേ. എന്നിട്ടും അനുജത്തി പ്രസവ വേദനയും പ്രസവവും ഗർഭവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണല്ലോ. കാരണം എന്താണ്? ഇതിന്റെ അപ്പുറത്തൊരു ഫലമുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ. ഇനി ചോദിക്കട്ടെ, ദുബായിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടില്ലേ? ഭാര്യയുടെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വിരുമ്പിയിട്ടല്ലേ ഇറങ്ങുന്നത്, പാപ്പന്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്. എന്റെ ഈ ദുഃഖത്തിന് ഇവനെന്ത് പോകണം? പോകുന്നത് എന്താണ്? പോയാൽ 1000 ദിർഹമിന് 12,000 ഉസ്താദേ കിട്ടാനുള്ളത്. അപ്പൊ കിട്ടൂന്ന് തോന്നിയാ നീ സഹിക്കാൻ തയ്യാറാണല്ലേ? കിട്ടുമെന്ന് തോന്നിയാ സഹിക്കാൻ തയ്യാറാണല്ലേ? എന്നാ ചോദിക്കട്ടെ, നിനക്ക് ആഖിറം കിട്ടുമെന്ന് തോന്നിയിട്ട് എന്തേ നീ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സഹിക്കാത്തത്? എന്തേ നീ കള്ളുകുടി നിർത്താത്തത്? എന്തേ നീ അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് നിർത്താത്തത്? ചോദിക്കട്ടെ, നിനക്ക് സ്വർഗത്തിന് വിശ്വാസമുണ്ടോ? അല്ലാഹു റഹ്മാനും റഹീമുമാണെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് എത്ര വലിയ വേദനയുള്ള രോഗം വന്നാലും ഈ രോഗം കൊണ്ട് എന്റെ ദോഷമങ്ങ് പുറത്തു പോകും, ഈ രോഗം കൊണ്ടുള്ള എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം തരും എന്ന് നീ അങ്ങ് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ രോഗം നിനക്ക് സുഖമായി മാറിയില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിമുൽ ഖബാസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ഇബ്രാഹിമുൽ ഖബാസി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ സഹോദരന്മാരെ ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നുന്നു, ഒരു നല്ല റുമ്മാമ്പഴം കഴിക്കണം, നല്ല റുമ്മാൻപഴം കഴിക്കണമെന്ന് തോന്നുന്നു. മഹാനവറുകൾ ഒരു പർവ്വതത്തിന്റെ സമീപത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ നല്ല റുമ്മാനിങ്ങനെ കാണുന്നു. മഹാനാ റുമ്മാൻപഴം ഇങ്ങോട്ടെടുത്തു. പഴമെടുത്തിട്ട് കീറി അതങ്ങട്ട് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്, പുളിച്ചിട്ട് തിന്നാൻ കഴിയാത്ത റുമ്മാനാണ്. ബഹുമാനപ്പെട്ടവർ അവിടെ തന്നെ വെച്ചു. അദ്ദേഹം പിന്നെയും ഇങ്ങനെ നടന്നു. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ കുറച്ചപ്പുറത്തിയപ്പോ ഞാൻ കാണുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. കിടന്ന മനുഷ്യന്റെ അടുക്കൽ ശരീരം മുഴുക്കേ
വലിയ കടന്നലുകൾ വന്ന് ഇങ്ങനെ കുത്തുന്നുണ്ട്. അവിടെ നിലത്തിങ്ങനെ കിടന്നിരിക്കുകയാണ് ആ മനുഷ്യൻ. കടന്നലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹു കാണുന്നു കടന്നൽ കുത്തുന്ന ഒരു മനുഷ്യൻ. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ ഈ കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദന സഹിക്കുന്ന മനുഷ്യൻ ഇങ്ങോട്ട് സലാം എടുക്കുന്നു. വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. പേര് വിളിക്കുന്നു. വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. ഇബ്രാഹിം ഖവാസ്. വഅലൈക്കും അസ്സലാം എന്ന് പേരാ വിളിക്കുന്നു. കൈഫ അറഫ്തനി, നിങ്ങൾക്ക് എന്നെങ്ങനെ മനസ്സിലായി? ഞാൻ ഈ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടക്കല്ലേ, ആരുമില്ലാത്ത ആർക്കും ഉടമസ്ഥതയില്ലാത്ത പൊതുസ്വത്തായ മലഞ്ചെരുവിലൂടെ 25 ചുറ്റി നടന്നോവർ ഇനി എന്നേകൾ കേട്ടാരേയിരുന്നോവർ. ഔലിയാക്കൾക്കില്ലേ ചില നടത്തങ്ങൾ. ആ നടത്തങ്ങളല്ലേ ഞാനിങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പരിചയം. നിങ്ങളെന്തേ പറയുന്നു? ഇബ്രാഹിം വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. ഓ, അതാ വിഷയം. മൻ അറഫല്ലാഹ അസ്സ വജല്ല ലം യഖഅ അലൈഹി ശൈ. ഇബ്രാഹിം ഖവാസ് അല്ലാഹുവിനെ ശരിക്കൊരാളെന്നറിഞ്ഞാൽ പിന്നെ അയാൾക്കുണ്ടോ എന്തെങ്കിലും അറിയാതെ പോകുന്നു? അല്ലാഹുവിനെ അറിഞ്ഞവര് അറിയാത്ത കാര്യങ്ങളുണ്ടോ? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽബകം എന്നോവർ. എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ എഴുതുന്നോവർ. അല്ലാഹുവിന്റെ മൈഫത്ത് കൊണ്ട് മനസ്സങ്ങ് തെളിഞ്ഞപ്പോൾ ആ മനസ്സിലേക്ക് അതാ ലൗഹിൽ മഹ്ഫൂദാകുന്ന കണ്ണാടി, ആ കണ്ണാടിയിലുള്ളത് മുഴുവനും പ്രതിഫലിക്കുന്നു. ഏതുപോലെ നമ്മൾ ഈ CD കാസറ്റ് ഇറക്കുന്നത് എങ്ങനെ? നമ്മളെ പ്രസംഗത്തിന്റെ ശബ്ദവും നമ്മളൊക്കെ അതിലങ്ങോട്ട് പതിയുകയാണ്. പിന്നെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോ, അതേ CD പ്ലെയറും വെച്ച് നോക്കുമ്പോ അത് പിന്നെ ഇങ്ങനെ കാണുകയാണ് അല്ലേ? കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചപ്പോ ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങോട്ട് തന്നെ വരികയാണല്ലേ? ലൗഹുൽ മഹ്ഫൂദ് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. ആ വിവരമുള്ള കണ്ണാടിയിലേക്ക് മനസ്സ് പൂർണ്ണമായി ശുദ്ധമായ ഔലിയാക്കളുടെ മനസ്സാകുന്ന കണ്ണാടി അത് തിരിച്ചങ്ങ് വെച്ചാൽ CD കേസറ്റിൽ നമ്മൾ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്നത് പോലെ അത് മുഴുവനും അവരുടെ ഹൃദയത്തിലേക്ക് അതാ കാണുന്നു. അതാ എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. അത് തന്നെയാണ് ഈ മഹാനും പറയുന്നത്. ഇബ്രാഹിമുൽ ഖവാസ് അല്ലാഹുവിനെ ശരിക്കറിഞ്ഞവന് ഒരു കാര്യം അറിയാതിരിക്കലുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു ഞാൻ അയാളോട് ചോദിച്ചു, ഓ, നിങ്ങൾ അള്ളയായിട്ട് ഇത്ര അടുത്ത ആളല്ലേ, എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ കടന്നലിങ്ങനെ കുത്തിയിട്ട് വേദനിക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ ശല്യം ഒഴിവാക്കി തരാൻ വേണ്ടി പഠിച്ചവരോടൊന്ന് പറഞ്ഞൂടെ? കടന്നലിങ്ങനെ കുത്തിയിട്ട് വേദന ശേഷിങ്ങനെ കിടക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ കുത്തിന്റെ വേദന ഒന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഉടനെ തന്നെ മൂപ്പർ എന്നോട് ഇങ്ങോട്ട് പറയാണ്, അല്ല ഇബ്രാഹിമേ, നിങ്ങളും അള്ളിയായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് പടച്ച റബ്ബിനോട് ഈ റുമ്മാൻ പഴം കഴിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്ന് ഒഴിവാക്കിത്തരാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? മൂപ്പര ചോദ്യാണ്. മൂപ്പരങ്ങനെ വരുമ്പോൾ റുമ്മാൻ പഴം തിന്നൊന്ന് നാശിച്ചിട്ട് അതെടുത്ത് കഴിച്ചു നോക്കുമ്പോൾ പൊളിച്ചിട്ട് അങ്ങോട്ട് മരിച്ചെറിഞ്ഞ് പോകുന്നതല്ലേ? മൂപ്പര ചോദ്യം, അല്ലയോ ഇബ്രാഹിമേ, നിങ്ങളും അങ്ങിയായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് അള്ളാഹുവോട് പറഞ്ഞുകൂടായിരുന്നു ഈ റുമ്മാൻ പഴം തിന്നണമെന്നുള്ള ആശ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു തരണമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ മഹാൻ പറയാണ്, നിങ്ങൾ കഴിക്കാൻ വിചാരിച്ച റുമ്മാമ്പഴമില്ലേ, അത് ഈ ദുനിയാവിലുള്ളൊരു ശഹവത്തല്ലേ? ആ റുമ്മാമ്പഴത്തിന്റെ കടിയുണ്ടല്ലോ, അതിന്റെ വേദന ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതേ സമയത്ത് ദുനിയാവിൽ എന്നെ കടിക്കുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ, ഇതിന്റെ രസം മുഴുവനും എനിക്ക് ആഖിറത്തിൽ വെച്ച് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന റുമ്മാമ്പഴത്തിന്റെ സുഖം അതിനങ്ങ് ദുഃഖമാണ് കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ, അതിനെനിക്ക് ആഖിറത്തിൽ എനിക്ക് സമ്മാനമാണ് കേട്ടോ.
ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, അതല്ലേ അർ-റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെക്കുറിച്ച് ശരിക്ക് അറിഞ്ഞ ഒരു മനുഷ്യന് എന്ത് മുസീബത്തും അവന് രസം തന്നെയാണ് കേട്ടോ. അവനെ ചീത്ത പറയുമ്പോൾ അവന് സന്തോഷമാണ്, കല്ലെടുത്തെറിഞ്ഞാലും സന്തോഷമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇബ്രാഹിം അദ്ദേഹം തങ്ങൾക്ക് അടിച്ചപ്പോഴും സന്തോഷമാണ്, കുത്തിയാലും സന്തോഷമാണ്. കാരണം എന്തേ? അവൻ തീരുമാനിച്ചിരിക്കുന്നു, ദുനിയാവിൽ എന്ത് വിഷമം അല്ലാഹു തരുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്ത് അല്ലാഹു തആല ആ വകയിൽ നന്മ തരുമെന്ന് അവൻ ഉറപ്പിച്ചിരിക്കുന്നു. ആ വിശാലമായ കാരുണ്യമുള്ള റബ്ബ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, സമയമില്ല.